ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1, 2 ആഴ്ചയായി. അപ്പോൾ ഞങ്ങളും നല്ല രീതിയിൽ തന്നെ ഓണമെല്ലാം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമായിരുന്നു. പക്ഷേ വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതിന് നമ്മൾക്ക് ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വന്ന് അങ്ങനെ അതിൻ്റെ പിന്നാലേക്ക് ഓടി. അങ്ങനെയാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നത്. അപ്പൊ എന്തായാലും വീഡിയോ എടുത്തതല്ലേ നിങ്ങളെ കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ദാ നമ്മുടെ ഓണാഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയായിരുന്നേ. അപ്പൊ ഉത്രാട തലേ ദിവസമാണിത്. അപ്പൊ ദാ ഉപ്പേരി എല്ലാം വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയില്ലേ. അപ്പൊ തലേ ദിവസം തന്നെ നമ്മൾ ഉപ്പേരി എല്ലാം ഒരു ഉച്ചയോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഉപ്പേരി എല്ലാം വറുത്ത് കോരുന്നത് ദാ ലക്ഷ്മി ചേച്ചിയാണ്. ലക്ഷ്മി ചേച്ചി നാട്ടിലുണ്ട്. അപ്പൊ അവരും കുറെ നാളുകളായി ഒരുമിച്ച് ഓണമൊക്കെ ആഘോഷിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉത്രാടം സ്പെഷ്യൽ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയാണ് സേമിയ പായസം എല്ലാം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സമയം കൊണ്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസം അത്തപ്പൂക്കളം റെഡിയാക്കാനുള്ള പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ദാ ശ്രീരാജേട്ടനും ശ്രീരാജേട്ടനും ഒക്കെ ഉണ്ട്. അപ്പൊ ഉത്രാട ദിവസം നമ്മൾ അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്രാടത്തിന്റെ അന്ന് ഞങ്ങള് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം ബിരിയാണി എല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഓണത്തിന്റെ ആ ഒരു ആഘോഷങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദാ പിറ്റേ ദിവസം തിരുവോണ ദിവസമായി. ഇപ്പൊ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ അത്തപ്പൂക്കളം ഇടാനായിട്ട് പോകുവാണ്. അപ്പം തലേ ദിവസം രാത്രി തന്നെ ചോക്കൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ആ ഒരു ഡിസൈനൊക്കെ അതിൻ്റെ കുഞ്ഞ് അത്തപ്പൂക്കളമായിരുന്നു. അപ്പോൾ ഡിസൈനൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് പിന്നെ പൂക്കളെല്ലാം ഇട്ട് ഒരു കുഞ്ഞ് അത്തപ്പൂവൊക്കെ ഇട്ടു. എല്ലാവർക്കും ഇഷ്ടമായോ? എങ്ങനെയുണ്ടെന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. അപ്പോൾ അത് അത്തപ്പൂവെല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും നല്ല മഴയായി. ആ കാണുന്നത് നമ്മുടെ വതുക്കൽ അമ്പലമാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു രുക്മിണി സ്വയംവര വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്പലം എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള. അപ്പോൾ അത്തപ്പൂവെല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും മഴയായി. അതിനുശേഷം പിന്നീട് ഞാനും വിച്ചുവും കൂടി ഒരുങ്ങി റെഡിയായി നമ്മുടെ വാതുക്കലുള്ള അമ്പലത്തിലേക്ക് പോയി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരന്മാരായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രാവിലെ ഞങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഓണമാണെങ്കിലും നമ്മൾക്ക് ഇഡ്ഡലി സാമ്പാറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മൾ ഉച്ചയ്ക്കുള്ള സദ്യക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ ദാ അവിയലൊക്കെ പകുതിയോളം നമ്മുടെ പച്ചക്കറികളെല്ലാം വേവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുളിശ്ശേരി എല്ലാം തയ്യാറാക്കി. അതുപോലെ സാമ്പാർ നമ്മൾ രാവിലെ ഇഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ നമ്മൾ ചോറിനും കൂടെ കരുതിയിട്ടാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദാ അവിയലെല്ലാം റെഡിയായി. അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ആ പച്ച ഏത്തക്കായുടെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് തോരൻ വെച്ചാൽ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു തോരനായിരുന്നു നമ്മളൊരു സൈഡ് ഡിഷ് ആയിട്ട് ഇണക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ പായസം വെക്കുന്നുണ്ടായിരുന്നു. പരിപ്പ് പായസമാണ് നമ്മൾ ഓണത്തിന്റെ അന്ന് വെച്ചത്. അപ്പൊ പരിപ്പ് പായസത്തിനുള്ള ശർക്കരയെല്ലാം നമ്മളിവിടെ ഉരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ തേങ്ങാപ്പാലെല്ലാം 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദാ സദ്യയുടെ പരിപ്പ് കറി റെഡിയായി. അതുപോലെ തന്നെ പപ്പടം റെഡിയായി. അതുപോലെ പായസത്തിന് തയ്യാറാക്കാനുള്ള പരിപ്പും നമ്മളിതാ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പരിപ്പ് നമ്മൾ ആദ്യമേ കുക്കറിൽ ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം ഒരുമിച്ച് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മളെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പരിപ്പെല്ലാം കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ ഓണസദ്യ ഇവിടെ റെഡിയായി. സാമ്പാർ, പുളിശ്ശേരി, അവിയല്, അതുപോലെ തന്നെ നമ്മളുടെ തൊടുകറികൾ, അച്ചാറുകളില്ലേ, ഇഞ്ചിക്കറി, അതുപോലെ നല്ല പുഞ്ചേരി ചോറായിരുന്നു കേട്ടോ. നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, പച്ചടി, അങ്ങനെ അത്യാവശ്യം നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറി അച്ചാറും ഒക്കെ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ബീട്രൂട്ട് പച്ചടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ തോരൻ, അങ്ങനെ എല്ലാം നമ്മളെ കഴിവുള്ളതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച ഓണസദ്യയൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ എല്ലാവരും ഓണസദ്യ എല്ലാം കഴിച്ചു. അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഓണാഘോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.